എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3BHK നല്ല പ്രീമിയം വില്ലയ്ക്കകത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായൊരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്. പുതുതായിട്ട് വർക്ക് തുടങ്ങിയ ഒരു വില്ല കമ്മ്യൂണിറ്റിയാണിത്. ഏകദേശം 14 ഫ്ലോട്ടുകൾ, നമുക്ക് 14 വീട് വരെയുള്ള ഫ്ലോട്ടുകളുണ്ട്. അതിൽ നമ്മൾ 4 വീടിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ 2 വീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വില്ലയ്ക്കെത്തുന്ന റോഡ് വന്നിട്ട് 4 മീറ്ററാണ് റോഡ് വരുന്നത്. ഫുൾ ടാർഡാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഇലിപ്പോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് വീട് വരുന്നത്. PTP നഗറിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റി വരുന്നത് കോർപ്പറേഷൻ പരിധിക്കകത്ത് വരുന്ന ഒരു വീടാണ്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 6 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 9 കിലോമീറ്ററും വെള്ളയമ്പലത്ത് പോകാൻ 5 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ള കിഴക്ക് ദർശനമാണ് വരുന്നത്. കുടിവെള്ളത്തിന് ഇവിടെ നമുക്ക് കോർപ്പറേഷൻ വാട്ടറാണ് വരുന്നത്. 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്ക് നമുക്ക് ടെറസിൽ വരുന്നുണ്ട്. അഡീഷണൽ ടാങ്ക് വയ്ക്കാൻ വേണ്ടി നമുക്ക് ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ടാങ്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ടെറസിലോട്ട് പോകാൻ വേണ്ടി ടവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ വേണമെങ്കിൽ 2 ബെഡ്റൂം കൂടെ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീടിരിക്കുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ് നമുക്ക് വീട് വരുന്നത്. വീടിൻ്റെ മുറ്റം വരെ നമുക്ക് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വില്ലയ്ക്കകത്ത് ഫുള്ള് നമുക്ക് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. മെയിൻ ബസ് റൂട്ട് വരെ, നമ്മളെ തമ്പാനൂർ മെയിൻ ബസ് റൂട്ട് വരെ പോകാൻ വേണ്ടി 300 മീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 9 കിലോമീറ്ററും തമ്പാനൂർ 6 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ വർക്ക് തീർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പാല്, പച്ചക്കറി, ഫിഷ് ഇതെല്ലാം തന്നെ കൊണ്ടുവരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റി, വലിയൊരു വില്ല കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് എടുക്കാനും ആൾ വരും. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ട് കയറുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഷൂ റാക്കും ചെയ്തിട്ടുണ്ട്. വീട് ചെയ്തിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് വുഡെല്ലാം ചെയ്തിട്ടുള്ള തേക്കിലാണ്. മാറ്റ് പോളിഷും ചെയ്തിട്ടുണ്ട്. ജനൽ പാളിയായിരുന്നാലും സ്റ്റെയറിൻ്റെ പിടിയായിരുന്നാലും ഫ്രണ്ട് ഡോറായിരുന്നാലും ഫുൾ നമുക്ക് തേക്കിലാണ് വരുന്നത്. ഫുൾ മാറ്റ് പോളിഷും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. കാർ പോർച്ചിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. അതിവിശാലമായിട്ടുള്ള ഹാളാണ്. ഹാളും ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. നല്ല പ്രീമിയം ടച്ചിൽ തന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ച് നല്ല ലൈറ്റ് കളറാണ്. ഫ്ലോർ ടൈൽ വന്നിട്ട് 5ക്ക് 2.5 വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഈ വീട്ടിലെ കണക്ഷൻ വന്നിട്ട് 3 ഫേസിൻ്റെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V-ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് ആൻജറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റ് വന്നിട്ട്. ഒരു ചെറിയൊരു പൂജാ റൂം എന്തെങ്കിലും ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത് ഇവിടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെയും സീലിങ്ങിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൗണ്ടറൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടറൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, മൊത്തം നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഈ കാണുന്നത് നമ്മുടെ കിച്ചൺ. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്നും കിച്ചണിലോട്ട് വരുന്നത് വലിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിൽ വലിയൊരു പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വല്ല ഫോട്ടോസോ ഫ്ലവേഴ്സോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 2 ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. കിച്ചണിൽ ഹോബ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലും കബോർഡ് വർക്കിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിങ്സാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. ബാക്ക് സൈഡ് മൊത്തം നമുക്ക് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നനയിൽ വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ, സ്റ്റോർ റൂമോ എന്തുവേണം ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു സ്പേസാണ് വരുന്നത്.
ഡൈനിങ്ങിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. 3 പാളിയിൽ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും. ബെഡ്റൂമിലെ കളർ ആയിരുന്നത് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. 3 ബെഡ്റൂമിലും AC പോയിന്റും 3 വാഷ്റൂമിലും ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം നമ്മുടെ സെറയാണ് വരുന്നത്. വലിയ വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാൽ നല്ല പ്രീമിയം ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കബോർഡ് വർക്കിൽ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. നല്ല പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പിടി വന്നിട്ട് നമുക്ക് തേക്കാണ്. ഇത് നമ്മുടെ മാറ്റ് പോളിഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാള് അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെറസിലോട്ട് പോകാൻ വേണ്ടി സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. അകത്തുകൂടിയാണ് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സെൻറ്റർ ചെവിൽ നമുക്കൊരു ഡാർക്ക് കളർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയ കബോർഡ് വർക്കാണ് വരുന്നത്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതിവിശാലമായിട്ടുള്ള വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x11 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെയും സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, ഫാൻസി ലൈറ്റ്, സെൻട്രിച്ച ഒരു അഡീഷണൽ കളർ ചെയ്തിട്ടുണ്ട്. 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റും 3 ബെഡ്റൂമിൽ നമുക്ക് വാഷ്റൂമും വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ലഭിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിൻ്റെ വാഷ്റൂമും വലിയ വാഷ്റൂമാണ്. അടുത്ത് നമുക്ക് ഹാളിൽ നിന്ന് പോകുന്നത് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ്. ഇവിടെ നമുക്ക് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ്. ടെറസിലായിരുന്നാലും നമുക്ക് 2 ബെഡ്റൂമും വലിയ ഹാളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ടാങ്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നമുക്ക് അത്യാവശ്യം സിറ്റിയിലോട്ടുള്ള നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല ഇലിപ്പോട് എന്ന സ്ഥലത്താണ്. കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വീടാണ്. മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു 300 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ആരംഭമാണ് ഇവിടെ. നമുക്ക് 4 വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ 2 വീടിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ കിഴക്ക് ദർശനമാണ്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 82 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. 90% തന്നെ നമുക്ക് ഹോം ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 6 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ വേണ്ടി 9 കിലോമീറ്ററും വെള്ളയമ്പലം പോകാൻ 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന വീടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ഈ വീട് വാങ്ങാനോ ഈ വീട് കാണാനോ ഈ വീടിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് നമ്പർ എല്ലാവർക്കും ബൈ. ഈ വീടിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള വീടിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. ആ വീടിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഉടനെ തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.